ഫ്രണ്ട്സ്, ഇന്നത്തെ കഥ കേൾക്കാം. മരുഭൂമിയിൽ പെട്ടുപോകുന്ന ആൾക്കാർ. വിമാനം ഓടിച്ചു വരുമ്പോൾ മരുഭൂമിയിലേക്ക് വീണു പോകുന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. ആഹാരവും വെള്ളവുമില്ല. അവരെങ്ങനെ വിമാനം മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റാണ്. അവിടെ പൊടിക്കാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിമാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. എത്ര ശ്രമിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭയങ്കരമായ കാറ്റും ഭയങ്കരമായ പൊടിയുമാണ്. അതുകൊണ്ട് വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ നോക്കുകയാണ്. ഇവിടെ ആർക്കും പരിക്കുകളില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ രണ്ടുപേരെ മരിച്ചു പോയിരിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നോക്കുമ്പോൾ മൊത്തം മരുഭൂമിയാണ്. ഒരാൾക്കാരെയും കാണുന്നില്ല. വെള്ളവുമില്ല, ഭക്ഷണമില്ല. ഇനി ഇവിടെ എങ്ങനെ ജീവിക്കുമെന്ന് അവർ തമ്മിൽ പറയുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ട്രെൻഡ് കിട്ടുന്നു. അതിനുശേഷം അവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. പിന്നെ ആഹാരവും വെള്ളവും അന്വേഷിച്ച് അവർ നടക്കുകയാണ്. എന്നാൽ കുറച്ച് മാത്രം ഓയിൽ മാത്രമാണ് അവിടുന്ന് കിട്ടിയത്. പിന്നെ കുറച്ച് ആഹാരവും കുറച്ച് ഭക്ഷണവും കിട്ടി. അത് ശേഖരിച്ച് അവർ വെക്കുകയാണ്. ഇയാളുടെ പേര് എലീനാണ്. ഇയാൾ പറയുന്നു, ഞമ്മക്ക് വിമാനം ഉണ്ടാക്കാമെന്ന്. എനിക്കിതിനെ പറ്റി അറിയാവുന്നു. എന്നാൽ മറ്റുള്ള ആൾക്കാർ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ ഭാഗത്തിലെ സാധനങ്ങൾ, വിമാനത്തിലെ സാധനങ്ങൾ വെച്ച് നമുക്കൊരു പുതിയത് കെട്ടാമെന്ന് പറയുന്നു. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നു, ശരിയാ, നമുക്കൊരു പുതിയതായിട്ട് ഒന്ന് നിർമ്മിച്ചാലോ എന്ന്. നീ ഒരിക്കലെങ്കിലും ആൾക്കാരെ എത്തിക്കൊണ്ട് പോകുന്ന വിമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഒരു വിമാനത്തിന്റെ ഡിസൈൻ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഇവൻ വിമാനം ഉണ്ടാക്കത്തില്ല, ഡിസൈൻ മാത്രമേ അവർ ചെയ്യത്തുള്ളെന്ന്. അപ്പോൾ അവർക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നു. ഇനി എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞ പ്ലാനിൽ ഉണ്ടാക്കിയത് ജോയി ആയിട്ടുള്ള ഒരു വിമാനമാണെന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാർക്കെല്ലാം ദേഷ്യമാവുന്നു. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കാരണമല്ലേ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇല്ല, ഇത് പറക്കും, ഇത് നന്നായി പറക്കുമെന്നൊരു വട്ടിനെ പോലെ അവൻ പറയാണ്. ആൾക്കാർക്കെല്ലാം ദേഷ്യം വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. എന്തായാലും വെള്ളവും സാധനവും എല്ലാം തീർന്നു തുടങ്ങി. ഇനി നീ ജീവിക്കേണ്ട. എന്തായാലും നിന്റെ ഈ വിമാനത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ വെടിവെക്കാൻ വരും. വലിയൊരു കാറ്റ് വരും. ഈ കാറ്റ് വന്നപ്പോൾ ആൾക്കാർ പറയുന്നു, അവനെ ഒന്നും ചെയ്യരുത്, എന്റെ വിമാനം പറക്കുമെന്നാണ് ഏലിയൻ ഇപ്പോഴും കാറിക്കൊണ്ട് പറയുന്നത്. കുറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ആ പ്ലെയിന് ചലിക്കുകയാണ്. വലിയൊരു കാറ്റ് വരുന്നു. ആ കാറ്റത്ത് ആ പ്ലെയിൻ വീണ്ടും ചലിക്കുന്നു. ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് അത്ഭുതം തുടങ്ങി. ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്ന് അവർക്ക് തോന്നി. എന്നാൽ ഭീകരമായ കാറ്റിന്റെ ശക്തി കാരണം എല്ലാവരും ആ പൊളിഞ്ഞ വിമാനത്തിലേക്ക് കയറുകയാണ്. അതിശക്തിയായ കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത ശക്തിയായിരുന്നു ആ കാറ്റിന്. അപ്പോൾ തന്നെ ആ വിമാനം താഴേക്ക് മണ്ണിൽ പതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമാനം നഷ്ടപ്പെട്ടതാണ്. ഇത്രയും കാലം കഷ്ടപ്പെട്ട വിമാനം നഷ്ടപ്പെട്ട സങ്കടത്തിൽ എല്ലാവരും ദുഃഖിച്ചിരിക്കുകയാണ്. ഫ്രാങ്ക് പറയുകയാണ്, ആരും വിഷമിക്കേണ്ട, നമ്മൾ കഷ്ടപ്പെട്ട വിമാനമല്ലേ, ഇത് മണ്ണിനിടയിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊന്നും കൂടെ ചെയ്യുകയും ചെയ്യാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സമാധാനം. എല്ലാവരും കൂടെ കയർ കെട്ടി വിമാനം ഒരു വിധയിൽ വലിച്ചു എടുക്കുകയാണ്. മുന്നോട്ട് കൊണ്ടുവരികയാണ്. മുന്നോട്ട് പോയി എങ്ങനെയും രക്ഷപ്പെടണം എന്ന് ഇവർ തീരുമാനിക്കുന്നു. അതിനായി ഫ്രാങ്ക് ആ പ്ലെയിനിന്റെ ഉള്ളിൽ കയറുകയാണ്. ഇവിടുന്ന് എങ്ങനെയും ഇതിന്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയുന്നു. ഫ്രാങ്ക് പ്ലെയിനിന്റെ ഉള്ളിൽ കയറിയേക്കുവാണ്. നമുക്കിത് ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ശരിയാക്കാൻ നോക്കുന്നു. പക്ഷെ ആദ്യവട്ടം ശരിയാക്കാൻ തന്നെ കത്തിപ്പോവുകയാണ്. ഇനി ഇതെങ്ങനെ ശരിയാക്കും അന്ന് ഒന്നും കൂടെ നോക്കാമെന്ന് പറഞ്ഞ് ഓൺ ആക്കുകയാണ്. അപ്പോൾ വീണ്ടും അത് കത്തുകയാണ്. ഇത് കാണുമ്പോൾ അവർക്ക് സങ്കടമാകും. ഇനി ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മൾ ഇവിടെ കടന്ന് മരിച്ചു പോകുമെന്ന് പറയുകയാണ്. ഇനി എങ്ങനെയും മുന്നോട്ട് പോകണമെന്ന് ഒരു വട്ടം കൂടെ ഒന്ന് ഓണാക്കുക. അപ്പം വീണ്ടും അത് കത്തിപ്പോകും. ഇനി രക്ഷയില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്ന് മരിക്കണമല്ലോ ഓർത്ത് എല്ലാവരും സങ്കടപ്പെടുകയാണ്. വീണ്ടും എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് പയ്യെ കറങ്ങാൻ തുടങ്ങി. കറങ്ങി വീണ്ടും നല്ല രീതിയിൽ കറങ്ങാൻ തുടങ്ങി. അതോടെ വിമാനത്തിന്റെ എൻജിൻ ശരിയാവുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് സന്തോഷമായി. ഇത്രയും നാൾ കഷ്ടപ്പെട്ട വെറുതെ ആയില്ല. വെള്ളവും ആഹാരവും ഒന്നുമില്ലാതെ അവർ പട്ടിണി കിടക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് സന്തോഷമാകുകയാണ്. അങ്ങനെ എല്ലാവരും വിമാനത്തിന്റെ മണ്ടക്കേക്ക് കയറി. പക്ഷെ ആർക്കും ഇരുന്ന് പോകാൻ പറ്റത്തില്ല. എല്ലാവരും തൂങ്ങി പിടിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ അവർ ഓൺ ചെയ്ത് മുന്നോട്ട് പോകുവാനായി തുടങ്ങുകയാണ്. എല്ലാവർക്കും സന്തോഷമാകണം. അങ്ങോട്ട് നോക്കിയപ്പോഴാണ് വലിയൊരു കാഴ്ച കണ്ടത്. കൊള്ളക്കാർ വരികയാണ് ഇവരെ നശിപ്പിക്കാൻ. ഈ കൊള്ളക്കാരെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു. എങ്ങനെയും പോകണം, രക്ഷപ്പെടണം എന്ന് തീരുമാനിക്കുകയാണ്. വിമാനം ചെറുതായി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ കൊള്ളക്കാരൻ പുറകെയുണ്ട്. അവരുടെ തോക്ക് വെച്ച് ചെറിയ തോതിൽ വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ മേത്ത് ആരുടെയും മേത്ത് കൊണ്ടില്ല. അവർ ഒരുവിധം വിമാനം മണ്ടക്കേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. കൊള്ളക്കാർ നോക്കിയപ്പോൾ വിമാനം പറന്നു പോയേക്കുവാണ്. അങ്ങനെ അവർ വിചാരിച്ചതുപോലെ തന്നെ വിമാനം പറന്നേക്കുവാണ്. എത്ര നാളിലെ കഷ്ടപ്പാടാണെന്നോ, ആഹാരം വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെട്ടത് ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഇവരെ കാണിച്ചുകൊണ്ട് ഈ കഥ തീരുകയാണ്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണമേ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.